it! Woo! സോറി ബോസ്, പക്ഷിപിടുത്തം അത്രയ്ക്ക് മോശമായിരുന്നെന്ന് ഞാൻ ഓർത്തില്ല. ഫ്രെഡി, ഇത് സാധാരണ പക്ഷിയല്ല. എവിടെ? ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ. ഇത് പിങ്കു അല്ലേ? ആ ഹാപ്പിയുടെയും പിള്ളേരുടെയും ഫ്രണ്ട് പിങ്കു തത്ത. ഇവളെപ്പോഴാ നമ്മുടെ ടീമിൽ ചേർന്നത്? തെറ്റി, ഫ്രെഡിക്ക് തെറ്റി. തെറ്റിയത് എനിക്കല്ല, ബോസിനാ. ബോസ്, ഇത് പിങ്കു ആണ്. നോ, പിങ്കുവിനെ പോലെ എന്നതാണ് ശരി. പിങ്കുവല്ല. ആ ഹാപ്പിയെ വീഴ്ത്താൻ ഇതാണ് എന്റെ അവസാന ശ്രമം. പിന്നെ നടന്നത് തന്നെ എന്റെ ബോസേ. ആ ചിന്ത വിട്ടുകള. ഹാപ്പി കിഡിനെ ഉണ്ടാക്കിയത് ബോസാ, കാര്യം ശരിയാ. പക്ഷെ ഇന്ന് അവനെ പിടികൂടാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഫ്രെഡി, എന്റെ കഴിവിൽ നീ സംശയിക്കരുത്. എനിക്ക് പറ്റും. ഈ തത്തയെ വെച്ച് ഞാൻ ഹാപ്പി കിഡിനെ പിടികൂടുക തന്നെ ചെയ്യും. എങ്ങനെ? കാണാൻ പോകുന്ന പൂരം കേട്ടറിയണോ? കണ്ടാൽ പോരെ? പക്ഷേ കിട്ടാൻ പോകുന്ന തല്ലിനെ കുറിച്ച് ഏകദേശ ധാരണ നല്ലതാണല്ലോ. അതുകൊണ്ട് ചോദിച്ചു പോയതാ. എങ്ങനെ പിടിക്കും അത് പറയൂ. എങ്കിൽ കേട്ടോ, ഇവനെ ഞാൻ ഹാപ്പിയുടെ അരികിലേക്ക് പറഞ്ഞുവിടും. ഹാപ്പി ഇവനെ യമലോകത്തേക്കും പറഞ്ഞുവിടും. ഫ്രെഡി പ്ലീസ്, എന്റെ ആത്മവിശ്വാസം തകർക്കരുത്. ഇനി തകരാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ. സോറി ബോസ്. ഓക്കെ, ഇവൻ ഹാപ്പിയോട് ഒരു കള്ളം പറയും. അത് വിശ്വസിച്ച് ഹാപ്പി ഇവന്റെ കൂടെ വരും. എന്നിട്ട് വരുന്നത് നമ്മൾ ഒരുക്കിയ കെണിയിലേക്കായിരിക്കും. നമ്മൾ അതിന് കെണിയൊന്നും ഒരുക്കിയില്ലല്ലോ ബോസ്. സോറി, നമ്മളല്ല, ഞാൻ ഒരുക്കിയ കെണിയിൽ അവൻ വീഴും. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. ഫ്രെഡി, നടക്കും, അല്ലെങ്കിൽ ഞാൻ നടത്തും. നടക്കും. പരിപാടി പൊളിഞ്ഞാൽ കയ്യും കാലും ഒടിഞ്ഞ് നമ്മൾ വടിയും കുത്തി നടക്കും. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് പഴയ കളിയല്ല, ഈ ഡഗ്ലസിന്റെ പുതിയ കളിയാണിത്. ബോസ് സീരിയസ് ആണോ? അതെ, സീരിയസ് ആണ്. കളി ഹാപ്പിയോടാണ്. സംഗതി ചീറ്റിപ്പോയാൽ വല്ല ആശുപത്രിയിലും നമ്മൾ സീരിയസ് ആയി കിടക്കേണ്ടി വരും. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് ഞാൻ രണ്ടും കൽപ്പിച്ച് കളിക്കുന്ന കളിയാണ് ഫ്രെഡി. ഓക്കെ, എങ്കിൽ പിങ്കുവിന്റെ ഡ്യൂപ്പിനെ പറഞ്ഞു വിടൂ ബോസ്. ഓപ്പറേഷൻ തുടങ്ങൂ. ഓക്കെ, ഹേയ് പിങ്കൂസ് ഡ്യൂപ്പ്, പോയി ഹാപ്പി കിഡിനെ കൂട്ടിക്കൊണ്ടുവരൂ. നേരത്തെ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞാ മതിയോ ബോസ്? അതെ, അത് മതി. പോയി വാ, ഞങ്ങൾ കാത്തിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല സുഖാണല്ലേ ഇവിടെ ഇരിക്കാൻ? സുഖമൊക്കെ തന്നെയാ. പക്ഷേ ഹാപ്പി ഇപ്പൊ എവിടെ ഇരിക്കുമ്പോഴും ഉള്ളിലൊരു പേടിയാ. പേടിയോ? എന്തിന്? നമ്മുടെ ഹാപ്പി കൂടെ ഉള്ളപ്പോഴോ? ഹാപ്പിയെ കുറിച്ച് ഓർത്താ കൂടുതൽ പേടി. ഹാപ്പിയെ കുറിച്ച് ഓർത്ത് പേടിയോ? എന്തിന്? അതെ, അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആ ഡഗ്ലസ് ഫ്രെഡിയും ഏത് സമയവും നമ്മുടെ ഹാപ്പിയെ പിടികൂടാൻ നടക്കുകയല്ലേ. പിടികൂടിയിട്ട് എന്താ കാര്യം? അപ്പോഴേക്കും നമ്മൾ കൂളായി രക്ഷപ്പെടില്ലേ? എല്ലായ്പ്പോഴും അത് നടക്കണമെന്നില്ലല്ലോ. അതാ എന്റെ പേടി. പാവം സെയിം, പേടിക്കണ്ട സെയിം. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഞാൻ ഓർക്കുകയാ, ഡഗ്ലസ് ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു രസമായിരിക്കും നമ്മുടെ ജീവിതം. അതുള്ളതാ, നല്ല രസമായിരിക്കും. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല. അവരിവിടെ തന്നെ കാണും, നമ്മളെ ഉപദ്രവിക്കാനായിട്ട്. ദേ പിങ്കു, വരവ് കണ്ടിട്ട് അല്പം പന്തികേടുണ്ടല്ലോ. ഹാപ്പി, നമ്മുടെ ഫ്രണ്ട് എലിസബത്ത്, അവളെ ഡഗ്ലസ് പിടിച്ചോണ്ട് പോയി. എപ്പോ? ഇപ്പൊ ഞാൻ ഡഗ്ലസിന്റെ വീടിനടുത്തോടെ പറന്നു വരുമ്പോ കണ്ടതാ. അവളെ വീട്ടിലിട്ട് പൂട്ടി ഡഗ്ലസും ഫ്രെഡിയും പുറത്തു പോയി. അവർ പുറത്തു പോയി ഉറപ്പാണോ? അതെ, എലിസബത്തിനെ വിൽക്കാനുള്ള പാർട്ടിയെ തിരിഞ്ഞു പോയതാ. അയ്യോ പാവം എലിസബത്ത്. എന്തു ചെയ്യും ഹാപ്പി? അവളെ രക്ഷപ്പെടുത്തണ്ടേ? തീർച്ചയായും, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും പിങ്കു പോയി വരാം. ഹാപ്പി, സൂക്ഷിക്കണം. നോ പ്രോബ്ലം. ഡഗ്ലസ് പുറത്തു പോയതല്ലേ, ഒരു കുഴപ്പമില്ല. എങ്കിൽ വേഗം വരൂ ഹാപ്പി. യെസ്, ഗോ. ആ ഡഗ്ലസിനെ കുറിച്ച് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും സെയിം പറഞ്ഞത് എത്ര ശരിയാ. ഡഗ്ലസ് ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായേനെ നമുക്ക്. ഒരു ആപത്തും കൂടാതെ എലിസബത്തിനെ രക്ഷിക്കാൻ ഹാപ്പിക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതെ, എത്രയും പെട്ടെന്ന്.
ഹാപ്പി കിഡിനെ ഞാൻ പറ്റിച്ചേ. ചതി ചതി. നീ ആരാണ്? പറയൂ, ആരാണ് നീ? അതൊക്കെ എന്റെ ബോസ് പറയും. അതുവരെ നീ ഇവിടെ ഇരിക്കേ. എന്റെ ശക്തി നഷ്ടപ്പെട്ടല്ലോ. എന്റെ ചാർജ് തീർന്നല്ലോ. ഹാപ്പി കിഡ്, ഒടുവിൽ നീ എന്റെ മുന്നിൽ വീണു. ഇനി നിന്റെ ഒരു വേലയും നടക്കില്ല. ഈ ഡഗ്ലസ് ഇനി ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ. ഞാനും ഇനി ശക്തൻ. ഹാപ്പി കിഡിന്റെ കഥ കഴിഞ്ഞേ. ഡഗ്ലസ്, പ്ലീസ് എന്നെ ഇല്ലാതാക്കരുത്. നിന്നെ നശിപ്പിക്കരുതെന്നോ? അതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. നിന്റെ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കാൻ, നിന്നെ എന്റെ അടിമയാക്കാൻ, എന്നിട്ട് എനിക്ക് ഈ ലോകം കീഴടക്കാൻ. അതിനു വേണ്ടിയാണ് ഹാപ്പി ഞാൻ ജീവിച്ചിരുന്നത്. എന്നിട്ട് നാണമില്ലാതെ അവൻ പറയുന്നത് കേട്ടോ, നശിപ്പിക്കരുതെന്ന്. ഞാനിവനെ ഒന്ന് ചവിട്ടി കൂട്ടട്ടെ, 2 ഇടി കൊടുക്കട്ടെ. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. നോ, ഇവന്റെ ആരോഗ്യം നശിപ്പിക്കരുത്. ഇവനെ വെച്ച് നമുക്ക് ഈ ലോകം കീഴടക്കാനുള്ളതാ. ബോസ്, ഇനി ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു പിങ്കൂസ് ഡ്യൂക്ക്, താങ്ക് യു. ബോസ്, ഇനി എന്താ അടുത്ത പരിപാടി? ഇവന്റെ ശരീരത്തിൽ എന്റെ അടിമയാവാനുള്ള മെഡിസിൻ ഇൻജെക്ട് ചെയ്യണം. എങ്കിൽ അതിനുള്ള ജോലി തുടങ്ങാം ബോസ്. യെസ്, തുടങ്ങാം ഇപ്പോൾ തന്നെ. കം ഓൺ. ഹാപ്പിയും പിങ്കുവും പോയിട്ട് ഒത്തിരി നേരമായല്ലോ. എന്താ തിരിച്ചു വരാത്തത്? അയ്യോ, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? പിങ്കു എന്തായി പറയുന്നത്? ഹാപ്പി എവിടെ? എലിസബത്തിനെ രക്ഷിച്ചോ? ഹാപ്പിയും എലിസബത്തിനെ രക്ഷിക്കാനോ? ആര്? ഞാനോ? ചുമ്മാ കളിയാക്കല്ലേ പിങ്കു. ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാ. സത്യമാ ഞാൻ പറയുന്നത്. ഇന്ന് കാലത്ത് ഹാപ്പി ആകാശത്ത് നിന്ന് പോകുന്നതിന് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മൈ ഗോഡ്, അപ്പോ നേരത്തെ ഇവിടെ വന്ന് ഹാപ്പിയെ കൂട്ടിക്കൊണ്ടുപോയത് പിങ്കു അല്ലേ? ഞാനോ? ലാമി, ഇതിലെന്താ ചതിയുണ്ട്? ഡഗ്ലസ് എലിസബത്തിനെ പിടിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞ് ഹാപ്പി എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പിങ്കുവിന്റെ രൂപത്തിൽ വന്ന മറ്റേതോ പാരറ്റ് ആണ്. ആ ഡഗ്ലസിന്റെ കെണിയാവും. വാ, നമുക്ക് പോയി നോക്കാം. എന്താ സീം? ഈ വന്നിരിക്കുന്നത് ഒറിജിനൽ പിങ്കു തന്നെയാണെന്ന് നമുക്കെന്താ ഉറപ്പ്? ആ ഡഗ്ലസ് നമ്മളെ കൂടെ ചതിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ട ഡൂപ്പ് തന്നെ ആയിരിക്കുമോ ഇത്? ശരിയാ. അതെ, ഇപ്പൊ എനിക്കും സംശയം തോന്നുന്നു. അയ്യോ, എന്നെ വിശ്വസിക്കേ, ഞാൻ നിങ്ങളുടെ പിങ്കു തന്നെയാ. വിശ്വസിക്കില്ല, തെളിവ് വേണം. അതെ, തെളിവ് വേണം. ഞങ്ങൾ ഹാപ്പിയെ വിളിക്കുന്ന മന്ത്രം ഞങ്ങളെ കൂടാതെ പിങ്കുവിന് മാത്രമേ അറിയൂ. അതെന്താണെന്ന് പറയൂ. പറയാ, കേട്ടോ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. എന്താ പറയേ? മതി, അത് മതി. സോറി പിങ്കു. സാരമില്ല, ജെയിമിന് ഒരിക്കലും തെറ്റു പറയാനാവില്ല. വാ, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ലെറ്റ്സ് ഗോ. ബോസ്, ധൈര്യമായിട്ട് കുത്തിവെച്ചോ. ഇവൻ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചാൽ ഞാൻ അപ്പ വെടിപൊട്ടിക്കും. കൊള്ളാം, അത് ഗംഭീരമായി. എങ്കിൽ ഞാൻ കുത്തിവെക്കട്ടെ? പ്ലീസ് ഡഗ്ലസ്, അത് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. മിണ്ടിപ്പോവരുത്. അടങ്ങിക്കിടന്നാൽ നിനക്ക് നല്ലത്. അല്ലാതെ പ്രശ്നമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഫ്രെഡിയുടെ തോക്ക് നിനക്കുള്ള മറുപടി തരും. എന്താണത്? ഭൂമി കുലുക്കമോ? ജുറാസിക് പാർക്ക് സിനിമയിൽ ഭീമൻ ദിനോസർ നടന്നു വരുമ്പോഴുള്ള ശബ്ദം പോലെ. ഫ്രെഡി, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു. ആരോ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ. അതെന്താ? ഇരുമ്പുകോളം, അതവനാണ്. ശത്രുവിനേക്കാൾ വലിയ ശത്രു വന്നിരിക്കുന്നു. സൂക്ഷിക്കണം. ഹാവു, ഇപ്പോഴാ സമാധാനമായത്. അപകടം, അപകടം. ഇവിടെ നിൽക്കരുത്. റോണോ ഭീമൻ. റോണോ ഭീമൻ? അയ്യോ, ഭൂമി കിടക്കും. അവൻ വരുന്നതാണ്. ഡഗ്ലസിന്റെ വീട് തകർന്നു. ഡഗ്ലസും ഫ്രെഡിയും അതിനകത്തുണ്ട്. അത് നന്നായി. റോണോ ഭീമന് താങ്ക്സ് പറയണം. അവരുടെ ശല്യം തീർന്നു. ലാമി, നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ഡഗ്ലസ് ചെറിയ ശത്രുവായിരുന്നു, തീരെ ചെറിയ ശത്രു. പക്ഷേ ഈ റോണോ, ഇയാളുടെ ശക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇയാൾ ഹാപ്പിയുടെ ശത്രുവാണോ? അതെ സെയിം. റോണോ ഭീമൻ എന്നെ തേടി വന്നതാണ്. മൈ ഗോഡ്. ഹാപ്പിക്ക് ഇതാ ഞാൻ വന്നിരിക്കുന്നു.
നിന്നെ എന്നേക്കുമായി നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ ഈ ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. എന്നെ തടുക്കാമെങ്കിൽ തടുക്ക്. ഞാൻ തയ്യാർ. ഞാൻ തയ്യാർ. ഇനി കളി മാറും. ഇതുവരെ കണ്ടതെല്ലാം പഴങ്കഥയാവും. ഇനിയാണ് കളി. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കളി. കാത്തിരുന്നു കൂട്ടുകാരെ. ഹാപ്പി കിഡ്